പാവയ്ക്കയും പച്ചമുളകും സവാളയും ചേർത്ത് ഉണ്ടാക്കിയ ഒരു മെഴുക്കുവരട്ടിയാണ്. രാജലക്ഷ്മീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേ രീതിയിൽ തയ്യാറാക്കിയാൽ അല്പം പോലും കയ്പ് തോന്നാറില്ല. നല്ല രുചികരമായി തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിലേക്ക് നമുക്ക് എന്തൊക്കെ ആവശ്യമായി വേണ്ടതെന്ന് നോക്കാം. 2 മീഡിയം വലുപ്പത്തിലുള്ള പാവയ്ക്കാണ്, അതുപോലെ ഒരു സവാളയും 3 പച്ചമുളകും ഒക്കെയാണ്. ഇനി നമുക്കത് നല്ല ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അരിയെല്ലാം എടുത്ത് മാറ്റിയിട്ട് ചെറുതായിട്ട് തിന്നായി കട്ട് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ചോറിൻ്റെ കൂടെയും സാമ്പാർ, മോര്, അച്ചാർ ഇതൊക്കെ കൂടെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അരിഞ്ഞെടുത്ത പാവയ്ക്ക ഒരു 5 മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കണം. അത് കഴിഞ്ഞ് ഒരു അരിപ്പയിലോട്ട് അത് അരിച്ചെടുക്കാം. വെള്ളമെല്ലാം നല്ല തോർന്നു പോകുന്നത് വരെ. ഇപ്പോൾ അത് നല്ല ഡ്രൈ ആയി. ഇനി നമുക്ക് അതിന് വേണ്ട സവാള അരിഞ്ഞെടുക്കാം. ഒരു സവാള അത് വളരെ തിന്നായി ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ 3 പച്ചമുളകും ഇതിനോടൊപ്പം ചേർക്കണം. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർത്താൽ നന്നായിരിക്കുള്ളൂ. എപ്പോഴും ഇതിന് എരിവ് മുന്നിട്ട് നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ. അതുകൊണ്ടാണ് എരിവുള്ള പച്ചമുളക് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് അത് ഇരുമ്പ് ചട്ടി വെച്ചതിന് ശേഷം അത് നല്ല ചൂടായിട്ട് വന്നിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത്. എന്നിട്ട് കുറച്ച് കറിവേപ്പില. എപ്പോഴും ഇത് തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് നല്ലത്. അപ്പോഴേ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ സോൾട്ടൊക്കെ ഇങ്ങനെ കുറച്ച് ചേർക്കുന്നതാണ് നല്ലത്. ഇത് ഇങ്ങനെ ചേർക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഉപ്പുണ്ടാവും അതിന്. ഇനി അത് നല്ല ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഇപ്പോൾ അത് നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ തുറന്ന് തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുമ്പോൾ ഇപ്പോൾ ഏകദേശം അത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. പാവയ്ക്ക മെഴുക്കുവരട്ടി എത്ര വേണമെങ്കിലും കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് സ്വാദാണ്. ഇത് ഉണ്ടാക്കാൻ വെളുത്ത പാവയ്ക്ക എടുക്കുന്നതാണ് നല്ലത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഫാമിലിയിലുള്ള ഫ്രണ്ട്സ്, റിലേറ്റീവ്സിനെ കൂടാതെ മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെങ്കിൽ അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. റിപ്ലൈ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ നന്ദി.